സ്ലീവാക്കാലം 2-ാം വ്യാഴം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുടെ വിശദീകരണം. ദൈവരാജ്യത്തിന്റെ ആഗമനം. ദൈവം എവിടെയുണ്ടോ അവിടെയാണ് സ്വർഗം. ദൈവജനം ഉള്ളിടത്താണ് ദൈവസാന്നിധ്യമുള്ളത്. ദൈവത്തിന്റെ മനുഷ്യാവതാരത്തോടെ ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ എന്ന യാഥാർത്ഥ്യം പരിപൂർത്തിയായി. അവൻ വരുമ്പോൾ പ്രതാപമേറിയ ഒരു ഐകിക രാജ്യം സ്ഥാപിക്കുമെന്ന് അവർ സ്വപ്നം കണ്ടു. പക്ഷേ അവൻ അവൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ തൻ്റെ രാജ്യത്തിൻ്റെ നയം വ്യക്തമാക്കി. ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രാപിക്കാനാണ് അവൻ വന്നത്. ഈ വത്സരം പ്രാബല്യത്തിലാക്കിക്കൊണ്ട് പലവിധ രോഗസൗഖ്യങ്ങൾ നൽകി അവൻ എങ്ങും ചുറ്റി സഞ്ചരിച്ചു. ഇപ്പോൾ മാറാരോഗമായ കുഷ്ഠം ഒന്നല്ല, 10 പേർക്ക് ഒരേ സമയം സൗഖ്യമാക്കിയതോടെ ദൈവരാജ്യം എപ്പോഴാണ് സംസ്ഥാപിക്കപ്പെടുക എന്നവർ ആവേശത്തോടെ ചോദിക്കുന്നു. ദൈവകരങ്ങളാലാണ് താൻ സൗഖ്യം നൽകുന്നതെന്ന് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞുവെന്ന് അവൻ മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവനിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവരാജ്യം നമ്മിലൂടെ വളർന്ന് പക്വത പ്രാപിക്കേണ്ട ഒരു സത്യമാണ്. അതിനാൽ ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുകയല്ല, ദൈവരാജ്യം പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത യുഗാന്തത്തിൽ അവൻ്റെ വരവോടെയാണ് സമാപ്തിയിലെത്തുന്നത്. അതിനാൽ ദൈവരാജ്യത്തിന് ഇരുമുഖ സ്വഭാവമുണ്ട്. യെറ്റ് നോട്ട് യെറ്റ്, വന്നു എന്നാൽ വന്നില്ല. ഈ ദൈവരാജ്യ പ്രഘോഷണവുമായി യേശു കടന്നു കയറിപ്പോകുന്നത് ജെറുസലേമിലെ സഹനത്തിലേക്കും ഉദ്ധാനത്തിലേക്കുമാണ് എന്നത് ദൈവരാജ്യ സംസ്ഥാപനത്തിൻ്റെ അനിവാര്യമായ ഒരു ഘടകവുമാണ്. ഓരോ വിശ്വാസിയും കടന്നു പോകേണ്ട അവസ്ഥയും.